ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, വളർന്നു വരുമ്പോൾ അതിന് കല്യാണപ്രായമൊന്നും ആവണ്ട, ഒരു അത്യാവശ്യം ബോധം വെച്ച് തുടങ്ങുന്ന കാലം മുതലുണ്ടല്ലോ അമ്മമാർ. ഞാനതിൽ ന്യൂജൻ അമ്മമാരെ ഞാനതിൽ കൂട്ടില്ല കേട്ടോ. ബിക്കോസ് അവർ കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡഡ് ആണ്, അവരിങ്ങനെയൊന്നും അല്ലാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ടത്തെ അമ്മമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ള പെണ്ണാണ് എന്നൊരു ഡയലോഗ് അങ്ങ് പറഞ്ഞിട്ട് എല്ലാ പണികളും അവരെ കൊണ്ട് പഠിപ്പിക്കാറുണ്ട്. കുക്കിംഗ് എങ്ങനെ നല്ല രീതിക്ക് ചെയ്യണം, ക്ലീനിങ്, വാഷിങ്, അങ്ങനെ എങ്ങനെ പെരുമാറണം, അതുവരെ എല്ലാവരും ഇങ്ങനെ പഠിപ്പിച്ച് വിടാറുണ്ട്. പക്ഷേ വേറെ കുറേ അവരുടെ ലൈഫിലും അവരുടെ മനസ്സിനും അത്യാവശ്യമായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ എന്തുകൊണ്ടോ ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഇതിപ്പോൾ ആൺപെൺ വ്യത്യാസമില്ലാതെ വീട്ടുജോലികളെല്ലാം നമ്മൾ പെണ്ണുങ്ങളെ മാത്രമല്ല ആൺപെൺ വ്യത്യാസമില്ലാതെ കുക്കിംഗ്, ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ ആൺപെൺ വ്യത്യാസം തന്നെ ഇവിടെ ഞാൻ പറയും, പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ ഇതൊക്കെ എന്താ പറയുക, വീട്ടുജോലികളും അതും ഇതൊക്കെ ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയെടുത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയ വഴിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് വീട്ടുജോലി, കുക്കിംഗ്, ക്ലീനിങ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, മറ്റുള്ളവരെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാത്തത്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണത്. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ആണുങ്ങളൊന്നും ചെയ്യില്ല, കഴിച്ച ഭക്ഷണം പോലും കഴുകാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ എന്തിനാണ്? അതൊക്കെ അങ്ങോട്ട് നമ്മൾ തിരുത്തി കുറിക്കുക. അവരവർ കഴിച്ച ഭക്ഷണം അവരവർ തന്നെ കഴുകുക. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുമ്പോൾ ആ വീട് മാത്രം നോക്കിയാൽ പോരല്ലോ, വീട്ടിലുള്ള ആൾക്കാരെ കുറച്ച് നല്ല നല്ല ശീലങ്ങളും വാല്യൂസൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടമ്മമാരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരവരെ കൊണ്ട് തന്നെ ചെയ്ത് ശീലിപ്പിക്കുക. ഈ പറയണ പോലെ ഇപ്പം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് ചിലപ്പോൾ തിരുത്താനൊന്നും പറ്റുമൊന്നുമില്ല. അവരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സ്വഭാവത്തിലും മാറ്റമൊന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ അടുത്ത ജനറേഷൻ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നമ്മൾ ഒരു പങ്ക് വഹിക്കണ്ടേ. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് എല്ലാം ഒരു വീട്ടിലെ വീട്ടമ്മ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയുടെ മാത്രം കുത്തകയല്ല, ആ വീട്ടിലുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പഠിപ്പിക്കുക. ഈ കേൾക്കുന്ന നിങ്ങളും അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. പിന്നെ കല്യാണത്തിന് മുന്നേ നമ്മളെ പഠിപ്പിച്ച് വിടുന്ന ഒരു സംഭവമുണ്ട്, വീടൊക്കെ എപ്പോഴും നല്ല അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണം. വല്ല പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കൂലേ, ഒരു പെണ്ണുള്ള വീടല്ലേ, ആ പെണ്ണുള്ള വീടായിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കും അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം, നമ്മൾക്ക് വയ്യാണ്ടാവുമ്പോൾ വൃത്തികേടായിട്ട് കിടന്നാലും അതൊന്നും കുഴപ്പമില്ല, മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മുടെ കാര്യം നമുക്കേ അറിയുള്ളൂ, വൃത്തിയായി സൂക്ഷിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ആരോഗ്യം കൂടെ നോക്കുക. നമുക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നാൽ ഒരു ദിവസം നീ അടിച്ചില്ല എന്ന് വെച്ചും തൂത്തില്ല എന്ന് വെച്ചും ഒരു കുഴപ്പമില്ല, അത് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ഇതൊക്കെ ന്യൂജൻ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അവർക്ക് ഇതൊക്കെ തനിയെ അറിയാം, നമ്മൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷെ ഇത് ഞാൻ കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാർക്കാണ്, അവർക്കാണ് ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ എന്താ പറയുക, വലിയ കാര്യമുള്ള സംഗതികളല്ല എന്നൊക്കെ ഓർക്കുക കേട്ടോ. പിന്നെ കുന്നുപോലെ കുറേ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണത്, നമ്മൾ കുറേ ലിറ്ററലി മറ്റേ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയില്ലേ അതേപോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടുജോലികൾ മാത്രം ചെയ്ത് അടിച്ചും തുടച്ചും തൂത്തും വേസ്റ്റ് വാരി മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മേ ബി പറയുന്ന പോലെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സിനിമയിലെ പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുടെ ലൈഫിൽ ആൾക്ക് എന്താ സന്തോഷം ഉണ്ടാവുക? രാവിലെ എഴുന്നേറ്റിട്ട് നേരെ കിച്ചൺ, പിന്നെ രാത്രി ഇരുട്ടാവുന്നത് വരെ അതിൻ്റെ ഉള്ളിൽ, രാത്രി ആവുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും, പിറ്റേ ദിവസം സെയിം തന്നെ. അങ്ങനെ തന്നെ ജീവിക്കുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഇപ്പം തുടർച്ചയായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പെട്ടെന്നൊന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ പയ്യെ അത് ശീലിച്ച് തുടങ്ങാം. ജോലികളെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക. എല്ലാം ഒരേ ദിവസം തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ അങ്ങനെ വാശി പിടിക്കേണ്ട. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കിംഗ് ഭക്ഷണമാണ് വീട്ടിലുള്ള എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നം എന്ന് പറയണേ. അതങ്ങ് നടത്തി കൊടുക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വിഭജിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക.
പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പറയും ആരെന്ത് പറഞ്ഞാലും അവരോടൊക്കെ ഓക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അവിടുത്തെ എവിടെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ്, അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേൾക്ക് നിൽക്കുക, പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ, അങ്ങനെ പറയുന്ന ഒരു ശീലം നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ നിങ്ങൾ തന്നെ പറ, അതോ ശരിയാണോ? പ്രായമായിട്ടുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അത് നെസ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നമ്മൾ മനുഷ്യന്മാരാണ്. ചെറിയ ആൾക്കാർക്കും തെറ്റ് പറ്റും, വലിയ ആൾക്കാർക്ക് തെറ്റ് പറ്റും. ചെറിയ ആൾക്കാർ തെറ്റ് സംഭവിക്കുമ്പോൾ വലിയ ആൾക്കാർ തിരുത്തുന്നത് പോലെ വലിയ ആൾക്കാർക്ക് തെറ്റ് സംഭവിക്കുമ്പം അത് തിരുത്തേണ്ടത് അവരെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആൾക്കാരുടെ ഉത്തരവാദിത്വമല്ലേ. സോ അത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും, പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പ്രായം കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിലും അത് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കരുത്. നമ്മളെക്കാട്ടിലും മുതിർന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് മിണ്ടാതെ ഇരുന്ന് കേൾക്കണം, അവർ പറയണത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കണം, എല്ലാത്തിനും എസ് പറയണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയും എല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ ആൾക്കാർ പറയും പുറത്ത്, അതെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പുറത്ത് ജോലിക്ക് പോവുമോ അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കാനൊക്കെ പോയി കഴിയുമ്പം കുറേ പേര് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോൾ കുറേ ആൾക്കാർ മാറി, എന്നാലും ഇപ്പോഴും മാറാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയുക കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായില്ല, ഇനി വീട്ടിലുള്ളവരുടെയും കുട്ടീൻ്റെയും കാര്യം നോക്കി നീ വീട്ടിലിരിക്കുക, പഠിക്കാൻ പോകാനോ അങ്ങനെയൊന്നും അവരുടെ ഇഷ്ടങ്ങൾക്ക് ഇത് ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം നിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വീട് നോക്കുക, വീട്ടിലുള്ളവരുടെ കാര്യം നോക്കുക എന്നാണെന്ന് പറയുന്ന ഒരാളുണ്ട്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് എനിക്ക് സീരിയസ്ലി ഭയങ്കര സങ്കടം തോന്നിയ ഒരു കമൻറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. അങ്ങനെ ശീലിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് മാറി ചിന്തിക്കുക. വീട്ടുകാരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിലും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവർക്കിടെ ജീവിതം മൊത്തം ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പാവം പിടിച്ച അമ്മയായിട്ട് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് നോക്കി അവർക്ക് അവരുടെ വീട്ടിലുള്ള ആൾക്കാരോട്, അതായത് മക്കളോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുത്തിട്ട് ലാസ്റ്റ് ചിലപ്പം ഒരു ചെറിയ പോർഷൻ എങ്ങാനും ആയിരിക്കും ഉണ്ടാവുക. അത് അവർ കഴിക്കും. ചിലപ്പോൾ ആ ഒരു ചെറിയ പോർഷൻ പോലും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ആവത്തുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാ അങ്ങനെയൊക്കെ ജീവിക്കണേ? നമ്മൾ വീട്ടിലൊരു സാധനം ഉണ്ടാക്കി, അതെല്ലാവരും തുല്യമായിട്ട് കഴിക്കട്ടെ. അല്ലാതെ വീട്ടമ്മ അമ്മയായതുകൊണ്ട് ഓക്കെ ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് ലാസ്റ്റ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ കഴിച്ചാൽ മതി, അങ്ങനത്തെയൊക്കെ ചിന്താഗതി എന്തിനാണ്? അവരും ആ വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർക്കും ഉണ്ടായിരിക്കും ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കഴിക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കില്ലേ. അപ്പം അതുകൊണ്ട് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ വേണ്ടത്. എല്ലാവർക്കും കൊടുക്കണം, അതിൻ്റെ കൂടെ നമ്മളും കഴിക്കണം. അല്ലാതെ വീട്ടമ്മ ആയതുകൊണ്ട് ഓക്കെ നീ എല്ലാം സാക്രിഫൈസ് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം നീ കഴിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഭയങ്കര മോശമല്ലേ. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമുക്കും കൂടി ജീവിക്കണം, മറ്റുള്ളവർക്കും കൂടെ വേണ്ടി ജീവിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.